Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ, ബാവ് ബണ്ണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാവോ ബൺ റെഡിയാക്കാനായിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പ് അളവ് കപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ. അടുത്തത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ഈസ്റ്റ് ഉള്ളതെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വേറൊരു ബൗളിലേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണേ. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് തന്നെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അടുത്തത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഡ്രൈ മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഓയിലും പാൽപ്പൊടിയൊക്കെ നല്ലതായിട്ട് മിക്സ് ആയിക്കോട്ടെ, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ചൂട് കൂടാനും പാടില്ല, എന്നാലും തീരെ ചൂടില്ലാതിരിക്കാനും പാടില്ല. എങ്കിൽ നമുക്ക് ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിട്ട് കിട്ടില്ല മാവ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളം ചൂട് മാത്രമേ പാടുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാത്രം കുഴച്ചെടുക്കുക കേട്ടോ, ഒരുപാട് കൂടി പോകാതെ നോക്കണേ. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നതിൽ ഒരിത്തിരി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്, എങ്കിലേ നമുക്ക് ബണ്ണ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അടുത്തത് കുറച്ച് ഓയിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഈ ഒരു നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലൊന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ചുരുങ്ങിയത് 2 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ക്ലൈമറ്റ് നിങ്ങൾക്ക് ചൂടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ട് ഡബിളായിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മുടെ മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാവ് ബണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 200-250 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, എങ്കിലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടുത്തത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക, പുളിക്ക് ആവശ്യമായിട്ടുള്ള. അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പിടിച്ച് കിട്ടുന്നവരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ 1/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിലിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിൻ്റെ സൈഡ് എല്ലായിടത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കരുത്. ഇതുപോലെ ഇളക്കി കൊടുത്തെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മതി കേട്ടോ, കുറച്ച് സോഫ്റ്റായ രീതിയിൽ. ഒരുപാട് ഉണക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, എങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണേ ഈ ഒരു സമയത്തൊക്കെ, അല്ലാതെ നമ്മുടെ ചിക്കനൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും.
ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ കളേഴ്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ റെഡും ഗ്രീനും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറായാലും മതി, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി സവാളയോ ഈ ഒരു ക്യാപ്സിക്കം ഒന്നും ചേർത്തതിന് ഒരുപാട് സമയം വഴറ്റിയെടുത്ത് വെന്തുടയേണ്ട കേട്ടോ. ആ ഒരു രീതിയിലൊന്നും വെക്കരുത്. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്യാപ്സിക്കം ഒക്കെ വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല നമുക്ക് ഈ ഒരു ഫില്ലിങ് കഴിക്കുന്ന സമയത്ത്. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പം പാകമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു രീതിയിൽ മതി. ക്യാപ്സിക്കോ സവാളയൊക്കെ ഒരു 1/4 ഭാഗം മാത്രം വഴന്ന് ഇട്ടിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ ആയതിനു ശേഷം ഞാൻ നമ്മുടെ മാവ് എടുക്കുന്നുണ്ട്. കണ്ടില്ല, നന്നായിട്ട് പൊങ്ങിയിട്ട് വന്നിട്ട് നേരെ ഡബിളിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവ് നേരെ പകുതിയാക്കിയിട്ട് 2ആക്കി മാറ്റുക. ഇനി നമുക്ക് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരേ സൈസിലാണ് കേട്ടോ ഞാൻ പകുതിയാക്കിയിട്ടുള്ളത്. അടുത്തത് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നല്ല നേരിയതായിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കരുത് കേട്ടോ. ഒരു 1/2 സെൻറ്റിമീറ്റർ കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എത്ര കട്ടിയുണ്ട് എന്നുള്ളത് പരത്തിയിട്ട്. അപ്പോൾ ഇത് ഞാൻ പരത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ എടുക്കണേ. പരത്തിയിട്ട് എങ്കിലും നമുക്ക് ബണ്ണ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഷേപ്പുള്ള റൗണ്ട് ഷേപ്പുള്ള ഏതെങ്കിലും ഒരു അടപ്പ് എടുക്കുക. ഞാനിപ്പോൾ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടപ്പ് എടുക്കുമ്പോൾ നല്ല ചെറിയ അടപ്പ് എടുക്കണ്ട കേട്ടോ. കുറച്ചൊരു വലുപ്പമുള്ള സൈസ് തന്നെ എടുത്തോളൂ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 3 ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന പൊടി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ട് വീണ്ടും റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പരത്തിയെടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ മുഴുവൻ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാൻ എക്സ്ട്രാ വരുന്ന ബാക്കി വന്നിട്ടുള്ള മാവില്ല, അതും പരത്തിയെടുത്തിട്ടുള്ളത് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് ഇത്രയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷിലോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഈ ഒരു ബണ്ണിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണേ. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് നേരെ പകുതിയാക്കിയിട്ട് ഒന്ന് മടക്കി വെക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ബാവ് ബണ്ണിൻ്റെ ഷേപ്പ്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ ഓയിൽ ചെയ്ത് കൊടുക്കുന്ന സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം 2 സൈഡും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. കാരണം ഇത് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മിഡിലായിട്ടാണ് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നിർബന്ധമായിട്ട് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒരു സ്പൂൺ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് മുഴുവനും ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ ഓയിലൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു റോളർ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ട് മാത്രം, പതുക്കെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ബലം കൊടുക്കാതെ മെല്ലെ ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എന്തിനാ പരത്തി കൊടുക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങുമല്ലോ. ആ ഒരു സമയത്ത് ഈ ഒരു 2 സൈഡും തമ്മിൽ പരസ്പരം വിട്ട് കിട്ടാതിരിക്കാനാണ് കേട്ടോ, ഒട്ടിയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ ഇത് മുഴുവനും ഈ ഒരു പോലെ മെല്ലെ പതുക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇത് മുഴുവനും പരത്തി കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം. കാരണം ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി നമ്മുടെ മാവ് ഈ ഒരു ബണ്ണ് നല്ല ഷേപ്പായിട്ട് പൊങ്ങിയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് ഇത് ചെയ്യണേ. ഇപ്പോൾ കറക്റ്റ് അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഈ ഒരു തുണി മാറ്റി കൊടുക്കുകയാണ്. കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ബണ്ണ് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഷേപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റീമറിൻ്റെ തട്ടിലായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബണ്ണ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റീമറിൽ പറ്റി പിടിക്കില്ലല്ലോ എടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടർ പേപ്പറൊക്കെ വെക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്റ്റീമറിൻ്റെ അടിയിലായിട്ട് ഒരു 1/4 ഭാഗത്തോളം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബണ്ണ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ബണ്ണ് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. കാരണം സ്റ്റീം ചെയ്യുന്ന സമയത്ത് ബണ്ണ് നന്നായിട്ട് പൊങ്ങി വരും, അപ്പോൾ പരസ്പരം തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീമറിൽ 4 കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലെ തട്ടിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മുകളിലെ തട്ടിൽ ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതുപോലെ 4 തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 4 or 5 വെക്കുക കേട്ടോ, ഞാൻ ഇപ്പോൾ 4 വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-12 മിനിറ്റ് മാത്രമേ സമയം വീണ്ടും വേവാൻ ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 10-12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ല, നമ്മുടെ ബണ്ണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വിരൽ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം, ചൂടോടെ തന്നെ മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാവ് ബൺ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നുമില്ലല്ലോ, നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കിട്ടണം കേട്ടോ. അതിനാണ് നേരത്തെ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഗ്യാപ്പിലാണ് ഫില്ലിങ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മുഴുവൻ ബണ്ണും ഞാൻ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് ക്യാബേജും മല്ലിയിലയും ടിക്ക മയോണീസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ കുറച്ച് ടിക്ക മയോണീസ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടിക്ക മയോണീസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് കണ്ടോക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാബേജ് നീളത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ വെച്ച് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബാവ് ബൺ മുഴുവൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒരുപാട് ഓയിലൊന്നും ഇല്ലല്ലോ, നമ്മൾ സ്റ്റീം ചെയ്തത് തന്നെ ചിക്കനിൽ മാത്രമല്ല ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്